പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും, നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു. ആ നിലയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ, റോ മെറ്റീരിയലിൻ്റെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും അതുപോലെ തന്നെ ഓക്കിയുടെയും അതേപോലെ തന്നെ കോവിഡിൻ്റെയും എല്ലാം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച സന്ദർഭം, അതിനെല്ലാം മറികടന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങളെയും മറികടന്നാണ് ഈ പ്രോജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ജൂലൈയിൽ നമുക്ക് ട്രയൽ റണ്ണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതിനോടകം തന്നെ 285 ഷിപ്പുകൾ ഇവിടെ വരികയും 5,93,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കമ്മീഷനിലേക്ക് നാം കടക്കുന്നത്. ഈ ചരിത്ര നിമിഷത്തിൽ കൂടുതൽ ദീർഘമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിൻ്റെ സമാധാനനായ മുഖ്യമന്ത്രി, കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിൻ്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്.